കോഴിക്കോടുള്ള CM മടവൂര്, ആ മടവൂരിനെ സംബന്ധിച്ച് അവരെന്താണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവരെന്താണ് ജനങ്ങളുടെ മുമ്പാകെ അവർ ധാരാളം കാര്യങ്ങൾ കറാമത്തുകളായി പ്രചരിപ്പിക്കുന്നത്? മൂപ്പരും നിസ്കരിക്കൂല, നിസ്കരിക്കാതിരിക്കൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് പോലെയാണ്. എന്നിട്ടോ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കറാമത്ത് കേട്ടോളൂ. ആ കറാമത്ത് ഞാൻ നിങ്ങളെ വേറെയും ഗാനത്തിൽ കേൾപ്പിക്കുന്നുണ്ട്. ആ കറാമത്തൊന്ന് കേട്ടോളൂ. എന്താണെന്നോ? ഉരുളിക്കുന്ന മുദർരിസായ ഉണ്ണി മോയിൻ ഹാജി ഒരു ദിനം ആ ഹളറത്തിലണഞ്ഞിട്ടോതുന്നേ, ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം, അത് ഒത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. അന്നേരം കൈപ്പത്തിലമർത്തിട്ടെങ്ങോ കാട്ടിയ നേരത്ത് ആ കരമിൽ കാണുന്നത് പടവും എന്തൊരു നല്ല കറാമത്ത്. ഹറമിൽ വെച്ചത നിസ്കാരമതും അയ്യോ മുമ്പിലിമാമത്ത്. അക്കത കണ്ട് മുദരിസവർക്കും വന്നു കഴിഞ്ഞു സലാമത്ത്. കയ്യ് വലിക്കുന്നേ പിന്നെ കാഴ്ച മറഞ്ഞെന്നേ, എല്ലാ കഴിവ് കറാമത്തുടയവരല്ലേ, കശ്ഫുടയോര സിഫത്തതുമല്ലേ. ഉരുളിക്കുന്ന മുദരിസായ ഉണ്ണി മോയിൻ ഹാജി ഒരു ദിനമാ ഹളറത്തിലണഞ്ഞിട്ടോതുന്നേ, ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം, അത് ഒത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. ഉരുളിക്കുന്ന് മുദരിസായ ഉണ്ണിമോയിൻ ഹാജി, ഉരുളിക്കുന്ന് മുദരിസായ ഉണ്ണിമോയിൻ ഹാജി. ആ ഉണ്ണിമോയിൻ ഹാജി ഒരു ദിനം അതാ തിരുഹദറത്തിലെത്തുന്നു. CM മടവൂരിന്റെ ഹദറത്തിലെത്തിയിട്ട് ഉണ്ണിമോയിൻ ഹാജി വലിയ മുരീദാ, മുപ്പരെത്തിയിട്ട് ചോദിക്കുകയാണ്, ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം, അത് ഒത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. എല്ലാരും പറയുന്നല്ലോ ശൈഖേ നിങ്ങൾ നിസ്കരിക്കാറില്ലെന്ന്, ശരിയാണോ? ഇതാ ചോദിക്കുന്നത്. അതങ്ങ് ചോദിച്ചപ്പോഴെന്താ ചെയ്തതെന്നോ? അന്നേരം കൈപ്പത്തിലമർത്തിട്ടെങ്ങോ കാട്ടിയ നേരത്ത് ആ കരമിൽ കാണുന്നത് പടവും എന്തൊരു നല്ല കറാമത്ത്. ഹറമിൽ വെച്ചത നിസ്കാരമതും അയ്യോ മുമ്പിലിമാമത്ത്. അക്കത കണ്ട് മുദരിസവർക്കും വന്നു കഴിഞ്ഞു സലാമത്ത്. കയ്യ് വലിക്കുന്നേ പിന്നെ കാഴ്ച പറഞ്ഞെന്നേ, എല്ലാ കഴിവ് കറാമത്തുടയവരല്ലേ, കശ്ഫുടയോര സിവത്തതുമല്ലേ. ഉണ്ണിമോയിൻ ഹാജി, ഉണ്ണിമോയിൻ ഹാജി അദ്ദേഹം ഉരുളിക്കുന്നിലെ മുദരിസാണ്. അദ്ദേഹം വന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ നോക്കൂ, ഇവര് വിശ്വസിക്കുന്നത് എന്താണ്? കൈപ്പത്തിയും കാണിച്ചു കൊടുത്തു, നിസ്കരിക്കാറില്ല, എനിക്കാണ് നോക്കിക്കോ. നോക്കിയപ്പോൾ ആ ഹറമിൽ നിസ്കരിക്കാൻ ഇമാമിക്കാണ്. അവിടെ ഇങ്ങനെ സ്ക്രീനിൽ എന്നതുപോലെ തെളിയാണ് കേട്ടോ. അതിങ്ങനെ കരമിൽ കാണുന്നു പടവും എന്തൊരു നല്ല കറാമത്ത്. അതൊക്കെ നിങ്ങൾ വെറുതെ പറയണതാവൂലേ, നിങ്ങൾ വെറുതെ ഇങ്ങനെ പ്രചരിപ്പിക്കല്ലേ. എന്നാലേ ഇവര് റിലീസാക്കിയിട്ടുള്ള CD-യിൽ നിന്ന് അത് താളമേളങ്ങളോടുകൂടെ നിങ്ങൾക്ക് കേൾക്കാം. അത് കഥാരൂപത്തിൽ പറയുന്നതും നിങ്ങളൊന്ന് കേട്ടു. പിന്നെ പരമ്പരയും സനതൊന്നും പരിശോധിക്കണ്ടല്ലോ, കേട്ടോളൂ. എന്നാൽ മറ്റൊരു സംഭവം, ഒരു ദിനം മടവൂർ ശൈഖ് നിസ്കരിക്കാറില്ലത്രേ. പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന് മുദരിസായ പ്രഗൽഭ പണ്ഡിതൻ ഉണ്ണിമോയിൻ ഹാജി ശൈഖ് അവർകളെ നേരിൽ കണ്ടു. ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണിമോയിൻ ഹാജി ശൈഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ശൈഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി. അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും. സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അപാലവൃതം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം. മഹാനായ CM അവർകളതാ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് ജീവിച്ച എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ലേ?
ഏതെങ്കിലും ഒരു വഖ്ത് നമസ്കാരത്തിന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാതെ അവിടുന്ന് നിസ്കരിക്കാതെ വീട്ടിലിരുന്നിട്ടുണ്ടോ? നിസ്കരിക്കാത്തവർ ജീവിതം അവിടുത്തേക്കുണ്ടായിട്ടുണ്ടോ? ഇവരവരോധിക്കുന്ന ഔലിയാക്കളുടെ കഥയാണ് ഈ പറയുന്നത്. താളമേളങ്ങളോടുകൂടി ഇതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് വീടുകളിൽ ഇരുന്ന് ആസ്വദിക്കുന്ന ആളുകൾ മനസ്സിലാക്കുകയാണ്, വലിയ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നത് നമ്മൾ കാണുകയില്ല. ചോദിക്കാൻ ചെന്നയാളുടെ മുമ്പിലാണ് കൈപ്പത്തി കാണിക്കുന്നത്. അപ്പോഴാണ് അതിൽ ഒരു ടെലിവിഷനിൽ പോലെ തെളിയുന്നത്. ഹറമാണ് തെളിയുന്നത്, ഹറമാണ് തെളിയുന്നത്. ആ തെളിയുന്ന ഹറമിലേക്ക്, ഹറമിന്റെ സമീപത്തേക്ക് ചെന്നുകൊണ്ട് അതാ മഹാനവറുകൾ ഇമാമത്ത് നിൽക്കുന്നു. സുദൈസിന് പകരമാണോ ഇമാമത്ത് നിന്നത് എനിക്കറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ ശുറൈമിന് പകരമാണോ ഇമാമത്ത് നിന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആർക്ക് പകരമായി ഇമാമത്ത് നിന്നത് അല്ലാഹു അലം. പക്ഷേ മൂപ്പരതാ അവിടെ പോയി ഇമാമത്ത് നിൽക്കുന്നു. ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ഇങ്ങനെയാണ്. ഇസ്ലാമിലുണ്ടോ ഇങ്ങനെ? ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നബിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടോ? മഹാനായ ശാഫി ഇമാമിനെ ആദരിക്കുന്നവരല്ലേ, ആദരിക്കുന്നവരെന്ന് പറയുന്നവരല്ലേ നിങ്ങൾ? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ടായിരുന്നോ? മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ടായിരുന്നോ? അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ടായിരുന്നോ? അവരൊക്കെ മുകളിലുള്ള അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ഏതെങ്കിലും സഹാബിമാർക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെയും അവരുടേതായ പ്രദേശത്ത് വെച്ച് നമസ്കരിച്ചവരാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഔലിയാക്കന്മാരെ ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ഇസ്ലാമിന്റെ ഔലിയാക്കളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇനിയും തീർന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇവർക്ക് ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സ്ഥലത്ത് തീപിടുത്തം നടന്ന